യോർദാൻ സമമനശോധനയിലും താണു വീണു പോകാതെ ആർപ്പിൻ ജയധ്വനിയോടെ കാത്തുപാലിക്കുന്ന സ്നേഹമാചര്യം. ആർപ്പിൻ ജയധ്വനിയോടു കാത്തുപാലിക്കുന്ന സ്നേഹമാചര്യം. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു കരുണയുള്ള നാഥാ സ്വർഗ്ഗസ്ഥ പിതാവേ. അതിമനോഹരമായ നല്ല വിശുദ്ധ ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങിയുണരുവാൻ കർത്താവിൻ്റെ പാദപീഠമൊന്നായിരിക്കാൻ തക്കണം സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിച്ചു തോർത്തു നന്ദി. സമാധാനത്തോടും ആരോഗ്യത്തോടും എഴുന്നേൽപ്പിച്ചല്ലോ, സുബോധത്തോടെ എഴുന്നേൽപ്പിച്ചല്ലോ. കർത്താവിൻ്റെ പാദപീഠമായിരിക്കാൻ സഹായിച്ചല്ലോ. നന്ദിയപ്പ, നന്ദി. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം ഞങ്ങളെ അത്ഭുതം അതിശയമായി സൂക്ഷിച്ച് പരിപാലിച്ചു നന്നായി ഉറങ്ങി ഉണരുവാനും ഇടയാക്കി. സ്തോത്രം, സ്തോത്രം. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ലെന്ന വചനത്താൽ രാത്രികാലം ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച എൻ്റെ ദൈവത്തിന് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പക്കൽ ദാനമായി നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിനെ ആരാധിക്കുന്ന പകൽക്കാലമായി മാറണം കർത്താവേ. ഹല്ലേലൂയ. എല്ലാ ശുശ്രൂഷകളെയും സ്വർഗം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണം. ലോകമെമ്പാടുമുള്ള എല്ലാ കൂട്ടായ്മകളെയും എല്ലാ ആരാധനാലയങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ യാത്രകളിലും കൂടെ ഇരിക്കണം. വരാമായിരിക്കുന്ന ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാദി പകർച്ചയാദി മരണത്തിന് ഏൽപ്പിക്കാതെ എല്ലാവരെയും സൂക്ഷിച്ചാട്ട് കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഈ സമയം ഹല്ലേലൂയ ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും ഏൽപ്പിക്കട്ടെ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്നവരെ ഏൽപ്പിക്കട്ടെ കർത്താവേ. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ ആണും പെണ്ണുമായ മക്കളെ ഏൽപ്പിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസം സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ കർത്താവേ. ജോലി ചെയ്യുന്ന മക്കളെ സമർപ്പിക്കട്ടെ. അമ്മീൻ കുടുംബജീവിതത്തിലായിരിക്കുന്നവരെ ഏൽപ്പിക്കട്ടെ കർത്താവേ. തന്നിരിക്കുന്ന കൊച്ചു തലമുറകൾക്കായി സ്തോത്രം ചെയ്യട്ടെ. കർത്താവ് ഞങ്ങളായിരിക്കുന്ന ദേശത്തിനായി സ്തോത്രം ചെയ്യട്ടെ. ഞങ്ങൾ പാർക്കുന്ന ഭവനത്തിനായി നന്ദി കരയറ്റിട്ട് കർത്താവേ. എല്ലാറ്റിനും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന മക്കളായിത്തീരാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കും. ഞങ്ങളുടെ ആണും പെണ്ണുമായ മക്കളെ ഏൽപ്പിക്കും കർത്താവ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട്. നല്ല ജയം നൽകി മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. വിവിധ കോഴ്സുകളുടെ പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന മക്കളുണ്ട്. OETയും IELTSഉം ജർമ്മൻ ഭാഷയൊക്കെ പഠിക്കുന്ന മക്കളുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പരീക്ഷയിലൊക്കെ കൂടെ ഇരിക്കണമേ. അവരെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ട് എത്തിക്കണമേ കർത്താവേ. മറ്റ് വിവിധ കോഴ്സുകളുടെ എക്സാമൊക്കെ നടക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവം തന്നെ കുഞ്ഞുങ്ങളെ സഹായിക്കുമാറാകണം. BS നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും പഠിക്കുന്ന മക്കൾ, മെഡിസിന് പഠിക്കുന്ന മക്കൾ കർത്താവേ. അപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, മറ്റ് വിവിധ ചെറുതും വലുതുമായ കോഴ്സുകൾ പഠിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ അപ്പൻ്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ. സമാധാനത്തോടെ പഠിച്ച് നല്ലൊരു ഭാവിയിലെത്താൻ സ്വർഗം സഹായിക്കണമേ. ശത്രു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊന്നും കാണില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും ഒരുപോലെ പ്രാർത്ഥിച്ച് അപ്പശ ഏൽപ്പിക്കുകയാണ്. സ്വർഗവരെ പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ജോലി ചെയ്യുന്ന മക്കളെ സഹായിക്കണേ അപ്പ. ആരോഗ്യത്തിലും സമാധാനത്തിലും ജോലി ചെയ്ത് സന്തോഷത്തോടെ നല്ല പ്രതിഫലം പറ്റി ജീവിപ്പാൻ ഇടയാക്കുമാറാകണം. കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. സന്തോഷമുള്ള ദൈവകൃപ നിറഞ്ഞ ജീവിതം നയിക്കണം കർത്താവ്. ശത്രുവരെ കാണാതെ കർത്താവ് സൂക്ഷിക്കുമാറാകണം. തന്ന തലമുറകളെ സ്തോത്രത്തോടെ ഏൽപ്പിക്കട്ടെ. ബാലപിടിയിൽ നിന്നെല്ലാം വിടുവിക്കണമേ. ബുദ്ധിയിലും ജ്ഞാനത്തിലും ദൈവകൃപയിലും വളരുവാൻ സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവ്. അപ്പോൾ അതുപോലെ ഉപജീവനമാർഗ്ഗമില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ മേൽ കർത്താവിൻ്റെ കരം വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴിവാതിൽ അവർക്ക് തുറന്നു കൊടുക്കണമേ കർത്താവേ. ജോലി ആഗ്രഹിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിച്ച ഓരോ മക്കൾക്കും സ്വർഗം ഉപജീവനമാർഗ്ഗം അനുഗ്രഹിച്ച് നൽകിയതാ. വീണ്ടും ചില ജീവിതങ്ങളുണ്ട്, അവർക്ക് വേണ്ടി സ്വർഗം വഴി തുറന്നേ മതിയാകുന്നു പ്രാർത്ഥിക്കുകയാണ് കർത്താവേ.
ദൈവമായ കർത്താവ്, വിവാഹപ്രായമായ ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. സ്വർഗം അവർക്ക് വേണ്ടി തക്ക തുണയൊരുക്കണം. വിവാഹത്തിന് മനസ്സിലാതെ നിൽക്കുന്നവരുണ്ട് കർത്താവ്. അതിനുവേണ്ടി എൻ്റെ സ്വർഗത്തിലെ ദൈവം അവരോട് ഇടപെടുന്നവരുടെ ഭാവിയെക്കുറിച്ചൊരു ബോധം കൊടുക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവം തക്ക സമയത്ത് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതമായ ദൃശ്യമായി കരുതുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്നു. തലമുറ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. മാസതയോളം കൂടിയിരിക്കണമേ, സുഖപ്രസവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ചെറുതും വലുതുമായ ഞങ്ങളുടെ എല്ലാ ഉപജീവനമാർഗത്തെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. സ്വർഗ്ഗമെന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകുമാറാകണം. മറ്റുള്ളവന് മുൻപിൽ തലകുനിക്കുവാൻ അനുവദിക്കല്ലേ. ആരുടെയും മുൻപിൽ കൈനീട്ടുവാൻ സമ്മതിക്കരുതേ കർത്താവേ. എൻ്റെ സ്വർഗ്ഗത്തിലെ അപ്പൻ ഓരോ നിമിഷവും വേണ്ടുന്നത് നൽകി ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. ചെറുതും വലുതുമായ ബിസിനസ് ചെയ്യുന്ന മക്കളുണ്ട് കർത്താവേ. അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. കഷ്ടനഷ്ടം കൂടാതെ ദിനംതോറും വേണ്ടുന്നത് കൊടുത്ത് സ്വർഗം പോഷിപ്പിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവ്, മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന അനേക ജീവിതങ്ങളുണ്ട്. എൻ്റെ സ്വർഗമൊന്ന് മാനസാന്തരത്തിനെ അനുഭവത്തിലാക്കി തീർക്കണമേ അപ്പാ. സ്വസ്ഥതയോടും സുബോധത്തോടും ഒക്കെ ജീവിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, കൂട്ടുകാർക്ക് അടിമപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്, ഫോണിനടിമപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്, മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കളുണ്ടപ്പാ. എൻ്റെ ദൈവമായ കർത്താവ്, കുഞ്ഞുങ്ങളോട് ഇടപെടണമേ, സംസാരിക്കണമേ. അവരുടെ ഭാവിയെക്കുറിച്ചൊരു ബോധം അവർക്ക് കൊടുക്കണമേ കർത്താവേ. ഉത്തരവാദിത്വത്തിലും ദൈവകൃപയിലും തൻ്റെ കുഞ്ഞുങ്ങളെ പഠിക്കുവാനും നല്ല ഭാവിയിൽ എത്തിച്ചേരാൻ ദൈവം അവരെ സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട് കർത്താവേ. അവർക്ക് സമാധാനം കൊടുത്ത് കുഞ്ഞുങ്ങളെ രൂപാന്തരപ്പെടുത്തി കൊടുക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം 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 കർത്താവേ. ഈ സമയം ഞങ്ങളുടെ രോഗികളെല്ലാം തിരുമുൻപാകെ സമർപ്പിക്കുന്നു കർത്താവേ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്നൊരു കർത്താവേ. സ്തോത്രം. ഉദരസംബന്ധമായ രോഗമുള്ളവർ കർത്താവേ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരുണ്ട് കർത്താവേ. സ്തോത്രം. പനിയാൽ, ചുമയാൽ, ശ്വാസതടസ്സത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവരുണ്ട് കർത്താവേ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവമേ, നിൻ്റെ അദൃശ്യമാർന്ന ആ കാര്യം തൻ്റെ മക്കളുടെ മേൽ നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൊട്ട് സുഖപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ത്വക്ക് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. അലർജിയുടെ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. അപ്പാ, നീ അവരോട് മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ആസ്മാ രോഗികൾ, തൈറോയിഡുള്ളവരുണ്ട് കർത്താവേ. തൻ്റെ മക്കളുടെ മേൽ പൊന്നുകരം വയ്ക്കണമേ, പൊന്നുകരം വയ്ക്കണമേ, സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ള ജീവിതങ്ങളുണ്ടപ്പാ. കുഞ്ഞുങ്ങളെ സൗഖ്യമാക്കണമേ, സൗഖ്യമാക്കണമേ കർത്താവേ. മരുന്നിനും വൈദ്യനും കഴിയാത്ത എൻ്റെ അപ്പന് കഴിയും. ഹല്ലേലൂയ. എൻ്റെ കർത്താവരോട് മനസ്സറിയണം, കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൈകാലുകൾക്ക് ചലനമില്ലാത്തവരുണ്ട് കർത്താവേ. കാഴ്ചയും കേൾവിയും ഇല്ലാത്തവരുണ്ട് കർത്താവേ. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, നീ അവിടുന്ന് ഓർമ്മയായി, കാഴ്ചയായി, കേൾവിയായി, ബുദ്ധിയായി കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവിടെ മരുന്നിനടിമപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. മനസ്സലിയണമേ, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടവരുണ്ട് കർത്താവേ. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് ഇടപെടണമേ, സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അങ്ങനെയൊക്കെയല്ലാതെ പ്രവർത്തിക്കുവാൻ മറ്റാർക്കും കഴിയുകയില്ല കർത്താവേ. ഹല്ലേലൂയ. പ്രവൃത്തിയിൽ ഭയങ്കരനേ, അവിടുന്ന് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം. അങ്ങ് അത്ഭുതവാന വീരന ദൈവമാ, നിത്യപിതാവ, സമാധാനത്തിൻ്റെ ദൈവമാ. കരയുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ ഹല്ലേലൂയ കർത്താവെ അനുഭവിക്കുന്ന ജീവിതങ്ങളുണ്ട്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച ജീവിതമുണ്ട് കർത്താവെ. അടിയൻ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാ. സകല ബുദ്ധിമുട്ടും പൂർണ്ണമായും ക്രിസ്തുവേശുവിൽ തീർത്തു തരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവെ, അങ്ങയുടെ കലവറയെന്ന് തുറക്കണമേ, ദൂതനെ ഇറക്കണമേ കർത്താവെ. ഭാരമൊഴിഞ്ഞ് സ്വസ്ഥരാകണം, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തണം, മഹത്വമേറി സാക്ഷികളായി ജീവൻ ഇടിയാക്കുമാറാകണം. എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാനവന് എന്ത് പകരം കൊടുക്കും? അരക്ഷയുടെ പാനപാത്രം എടുത്ത് എൻ്റെ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കണം. കൃപയാൽ ഇടയാക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സുഖകരമായി യാത്ര ചെയ്തവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ സഹായിക്കണമേ. ശത്രു ആരെയും കാണലേ, ദുഷ്ടപിശാച് തുടരുതേ അപ്പാ. വഴിമധ്യ അലയുവാൻ വലയുവാൻ ഭാരപ്പെടുവാൻ സമ്മതിക്കില്ലേ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. അപ്പോൾ വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്. മാതാപിതാക്കൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, കർത്താവേ, സഹോദരങ്ങൾ, അപ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട ഒരുപാട് ദുഃഖിച്ചു കലങ്ങിയിരിക്കുമ്പോൾ ആർക്കും കൊടുക്കാൻ പറ്റാത്ത സമാധാനം എൻ്റെ അപ്പൻ്റെ പക്കലാ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ ഓരോ മക്കളെയും ആശ്വസിപ്പിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ ബലമുള്ള കാര്യത്തിലോട്ട് എല്ലാം ഏൽപ്പിക്കുകയാണ്. അതാ ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയോ അനുഗ്രഹം തന്നെ ഞങ്ങളെ നടത്തണം. കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന പകൽക്കാലമായി തീരണം.
അടിയന്മാരെന്നാലും മറക്കാത്ത ദൈവമേ, ഓരോ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെയും ഒന്നുകൂടി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സ്വർഗ്ഗം എല്ലാവരുടെയും പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി ഏൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിനൊരുങ്ങുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കാനാവിൽ നടന്നതുപോലെ ഒന്നിനും കുറവ് കൂടാതെ സ്വർഗ്ഗമിറങ്ങി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാൻ, സന്തോഷമുള്ള കുടുംബജീവിതം നയിപ്പാൻ മക്കളെ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുക. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.